വിഷച്ചികിത്സേത നിജാം രുദാനവിൽ. അതായത് ഒരു വൈദ്യൻ രോഗത്തിൻ്റെ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുന്ന പോലെയാണ്. രോഗം, അതായത് നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തെങ്കിലും പാരസെറ്റമോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് മാറും അല്ലേ. അപ്പോൾ നല്ലൊരു വൈദ്യനാണെന്നുണ്ടെങ്കിലോ ആ രോഗത്തിൻ്റെ കാരണം, അതിൻ്റെ റൂട്ട് എന്താണ് എന്നറിഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ചികിത്സിക്കുക. അപ്പം അതേപോലെ ചെയ്യണമെന്നാണ് ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ. അവിടെ ആദ്യം പറഞ്ഞിരുന്നു നരകം എവിടെയെന്നുള്ളത് ചോദിച്ചപ്പോൾ എവിടെയാണ് പറഞ്ഞത്? അന്തരാള ഇരിയുന്ന പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ, അതായത് നമ്മുടെ തെറ്റായ ചിന്ത കൊണ്ട്, തെറ്റായ വാക്കുകൊണ്ട്, തെറ്റായ പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ ആർജിച്ചു വച്ചിരിക്കുന്ന സംസ്കാരമാണ്, അല്ലെങ്കിൽ വാസനയാണ് പാപം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ അഹമ്മമ അല്ലേ, അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ, കാമം, ക്രോധം, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള ചികിത്സയാണ് വേണ്ടത്, അതിനെ നശിപ്പിക്കാനായിട്ടുള്ള മരുന്നാണ് വേണ്ടത്. രാജാവ് ചോദിച്ചു, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപം നശിക്കും. പക്ഷേ പാപവാസന അവിടെ ബാക്കിയാണല്ലോ. പ്രായശ്ചിത്താനി ജീർണാനി നാരായണ പരാമുഖം എന്ന നിഷ്പനം കൂടിയല്ല. അപ്പം കുഞ്ചര ശൗര്യവത്, ആനയെ കുളിപ്പിക്കുന്ന പോലെയാണ് എന്നാണ്. പ്രായശ്ചിത്ത മതോപാർത്ഥം മഞ്ഞേ കുഞ്ചര ശൗര്യവത്. അപ്പം ആനയെ കുളിപ്പിച്ച് നിർത്തുന്നത് പോലെയാണ് അത്ര. ആനയെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതിനെ തേച്ചരച്ച് കുളിപ്പിച്ച് കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അത് ആറാടുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും ആ പാപവാസന അവിടെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് പാപം ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ പാപത്തെ അങ്ങനെ പറ്റില്ല, അത്ര പെട്ടെന്നില്ല. അതായത് നമ്മളൊരു പാപം ചെയ്തു എന്നുണ്ടെങ്കിൽ പല പുണ്യങ്ങൾ ചെയ്താലും ആ ഉള്ള പാപം, ആ തെറ്റങ്ങട് ഇല്ലാതാവണില്ല എന്നാണ്. പിന്നെ എന്തിനാ പ്രായശ്ചിത്തം ചെയ്യുന്നത്? പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു പ്രായശ്ചിത്തം ചെയ്യുന്നതിനാണ് ഒരാത്മവിശ്വാസം ഉണ്ടാവാൻ. അതാണ്, അത്രയേ ഉള്ളൂ. ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ പ്രായശ്ചിത്തം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത കർമ്മവും പാപകർമ്മവും രണ്ടും അവിദ്യാബദ്ധമാണ്. പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയോച്ചരി എന്നാണ്. പ്രായശ്ചിത്തം എന്നുള്ള വാക്കിലെ പ്രായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്, ആ ശബ്ദത്തിന് തപസ് എന്നർത്ഥമുണ്ട്. അതുപോലെ ചിത്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നാണ്. പല അർത്ഥങ്ങളുണ്ട്. സംസ്കൃതത്തിലെ ഒരു പദത്തിന് പല അർത്ഥങ്ങളെന്നാണ്. ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നർത്ഥമുണ്ട്. അപ്പോൾ ആ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ ആവർത്തിക്കാൻ ഇടവരാത്ത വണ്ണം ചെയ്യുന്ന പ്രായശ്ചിത്തം. അങ്ങനെയാകുമ്പോൾ അത് പാപത്തെ ഇല്ലാതാക്കും. ഞാനിനി തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുകയാണ്, തപസ്സാണ്. ഞാനിനി തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. എത്ര പ്രാവശ്യം ഉറപ്പിക്കണം? ഒറ്റ പ്രാവശ്യം ഉറപ്പിക്കുന്നുണ്ടോ, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ വാസന അവിടെ ബാക്കി കിടക്കുകയാണ്, പാപവാസന. അതുകൊണ്ട് അപ്പം ശരിയായ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നേടലാണ്. പ്രായശ്ചിത്തം വിമർശനം എന്ന് പറയും. അപ്പം തെറ്റ് ചെയ്യണത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. കുറേയൊക്കെ അറിഞ്ഞാലും തെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് തോന്നിയാസാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടാണ് ആ തെറ്റ് ചെയ്യണത്. അപ്പോൾ അത് മാറണം. ആ വാസനയോടുകൂടി പാപത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രീശ്വര ബ്രഹ്മർഷി അവിടെ ജ്ഞാനയോഗത്തെയൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അതായത് തപസ്, ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കയമ നിയമാദികൾ അനുഷ്ഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് അത് ആ വിരക്തി വന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. ദേഹാഭിമാനം ഇല്ലാതാവണം. പുണ്യം ചെയ്യുന്നതും പാപം ചെയ്യുന്നതും ഒക്കെ ജീവനാണ്. അപ്പോൾ ആ ജീവത്വ ഭാവം ഉണ്ടാകാൻ കാരണം അതും അജ്ഞാനാണ്. ഞാൻ ജീവനാണ്, വാസ്തവത്തിലതല്ലല്ലോ. ആ ജീവത്വ ഭാവം ഉണ്ടാവാൻ കാരണം അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ അജ്ഞാനം നശിക്കണം. ഞാൻ ജീവനാണ് എന്നുള്ള ആ ഭാവം വിട്ടിട്ട് ഈശ്വരനാണ് എന്നുള്ള ആ ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കണം. അപ്പോൾ അതിന് ജ്ഞാനം വേണം. ജ്ഞാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആദ്യം വിരക്തി ഉണ്ടാവണം. അതത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. എന്നൊക്കെ നാളെ വിരക്തി ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ലളിതമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈശ്വരഭജനാണ്, ഭഗവത് സ്മരണയാണ്. ഒരിക്കലെങ്കിലും ആ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നും സ്മരിക്കുന്നുണ്ടല്ലോ, എപ്പോഴും സ്മരിക്കുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല, ഉണ്ടാവില്ല. അങ്ങനെ സ്മരിക്കേണ്ട രീതിയിൽ സ്മരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ്. നാമം ജപിക്കാൻ പറയുന്നുണ്ട്. എന്തിനാ ഇത്രയധികം നാമം ജപിക്കണേ? ആവശ്യമുണ്ടോ? ഇത്രയധികം നാമം ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ നാമം മതി. നമ്മൾ ഇത്രയധികം നാമം ചെല്ലുണ്ടെങ്കിലും ആ ഒരൊറ്റ നാമമാണ് ഭഗവാനിലേക്ക് എത്തിക്കേണ്ടത്. ആ ഒരു നാമം വേണ്ട രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാനിലേക്ക് എത്തിയത്. പക്ഷെ അത് സാധിക്കണില്ല. അപ്പം അതുകൊണ്ട് ആ ഒരിക്കലെങ്കിലും വേണ്ട രീതിയിൽ എന്ന് വേണം, വേണ്ട രീതിയിൽ ഓർക്കേണ്ട രീതിയിൽ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ്. അപ്പം പ്രായശ്ചിത്തം ഭക്തി ഇല്ലാത്തവനെ ഒരു ശുദ്ധീകരിക്കില്ല അവിടെ. അപ്പോൾ ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങളൊന്നുമില്ല, ഒന്നും വേണ്ട. ഇനിയിപ്പം നിലവിളക്കം വേണമെന്നില്ല, ഒന്നും വേണ്ട. നമ്മുടെ മനസ്സ് മാത്രമേ ആവശ്യമുള്ളൂ അവിടെ, അല്ലേ? വേറെ പല യജ്ഞങ്ങൾ നടത്താനും ഇതിനൊക്കെയായിട്ട് പല കാര്യങ്ങൾ വേണം. ഇതൊക്കെ ഒന്നും വേണ്ട. നാമം ചെല്ലാനായിട്ട് നാവൊന്ന് വേണ്ടു, ആ നാവ് മാത്രമേ മതി എന്നാണ്. അപ്പം ഭക്തിമാർഗത്തിൽ വേറെ വിഘ്നമൊന്നുമില്ല. പ്രായശ്ചിത്താനി ജീർണാനി നാരായണ വരാമുഖം ന നിഷ്പുനന്തി രാജേന്ദ്ര സുരാകുംഭം വിവാപക. സുരാകുംഭം വിവാപക, സുരാകുംഭം മദ്യം നിറച്ച കുടം. അപ്പോൾ ഒരു കുടത്തിൽ മദ്യം നിറച്ചിട്ട് അത് ഇപ്പോൾ ഗംഗാനദിയിൽ കൊണ്ടുപോയി മുക്കുകയാണ്. അവിടെ കൊണ്ടുപോയി മുക്കിക്കഴിഞ്ഞാലും അത് ശുദ്ധമാവണില്ല. കാരണം അതിൻ്റെ ഉള്ളിലെന്താ? മദ്യമുണ്ട്. അപ്പോൾ ആ പുറമെ എത്രയൊക്കെ നമ്മൾ തേച്ച് മെലിക്കുക എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഉള്ളിൽ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആ സുരാകുംഭം വിവാപക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ലാതെ, ആ ഭക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ്. അതല്ല എന്നുണ്ടെങ്കിലോ ആ മധ്യകുംഭത്തെ ഗംഗാനദി പരിശുദ്ധമാക്കാത്തതുപോലെ പരിശുദ്ധമാക്കില്ല എന്നാണ്. അപ്പോൾ ആദ്യം ഭക്തി കൊണ്ട് അന്ധകരണം ശുദ്ധമാകണം. അങ്ങനെ അന്ധകരണം ശുദ്ധമായി കഴിഞ്ഞാലാണ് പിന്നെ ഈ വാസന ഇല്ലാതാകണത്. എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാകും, വാസനയൊക്കെ നശിച്ച്. ഭക്തിയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ഉദയമാണ്. ഭക്തി എന്തിനാ ഭക്തി വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ജ്ഞാനമാണ്, അല്ലേ? എറണാകുളത്തപ്പൻ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. എല്ലാം എറണാകുളത്തപ്പനാണ്, അല്ലെങ്കിൽ എല്ലാം ഭഗവാനാണെന്നില്ല. ഭക്തി നമ്മൾ ഓരോ ദിവസവും ഇവിടെ വന്ന് തൊഴിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് ആ സർവ്വവ്യാപിയാണ് ഈശ്വരൻ എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഭക്തിയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ തുടക്കമാണ്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ആ ജ്ഞാനമാണ് ഈ വാസനകളെ, പാപത്തെയൊക്കെ ഇല്ലാതെയാക്കണത് എന്നാണ്. അപ്പോൾ ഭക്തിക്ക് ഈ പാപത്തെ ഇല്ലാതാക്കാനായിട്ട് സമൂലം ആ മരുന്ന് കഴിക്കുന്നത് മൂലത്തോടുകൂടി അതിനെടുത്ത് കളയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഈ ഭക്തിക്ക് പാപത്തെ സമൂലം നശിപ്പിക്കാനായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പോൾ അവിടെ ഒരു കഥ പറഞ്ഞിരിക്കണം. കൃഷ്ണദൂതന്മാരും യമദൂതന്മാരും തമ്മിലുണ്ടായ ഒരു സംഭാഷണം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിനെ ഉറപ്പിക്കാനുള്ളതാണ് അത്. ആ ജ്ഞാനം കൊണ്ട് പാപവാസന എല്ലാം ഇല്ലാതായിത്തീരുന്നത്. അവിടെ അജാമിലിൻ്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. കാന്യകുബ്ജേ ദ്വിജക്കശ്ചിത് ദാസീപതി രജാമിള നാംനാ നഷ്ടസദാചാരോ ദാസ്യ സംസർഗദൂഷിത. കാന്യകുബ്ജം എന്ന ഗ്രാമത്തിൽ അജാമിലൻ എന്ന പേരായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണന് ഇങ്ങനെ ഒരു പേര് വന്നതെന്നാണ്. ബ്രാഹ്മണർക്ക് അങ്ങനെ അജാമിലൻ എന്നൊന്നും പേര് വരില്ല. ത്രിവിക്രമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പേര് വരും. അപ്പം അജാമിലൻ എന്നുള്ള വാക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണെന്നുള്ളത്. അജാ മായയാണ്. മായയുമായിട്ട് മിളിതം എന്ന് വെച്ചാൽ ചേരുക, മായയുമായിട്ട് ചേർന്നവൻ എന്നാണ്. മറ്റൊന്ന് അജ അമീള. അജ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ, ഭഗവാനാണ് അല്ലേ? അമീള ചേരാത്തവൻ, ആ ഭഗവാനുമായിട്ട് ചേരാത്തവൻ. പിന്നെ ജാമി എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ എന്നർത്ഥമുണ്ട്.
അജാമി എന്ന് പറഞ്ഞാൽ വേശ്യാസ്ത്രീ, വേശ്യാസ്ത്രീയുമായിട്ട് ചേർന്നവൻ. അപ്പം എന്തൊക്കെ അർത്ഥമായി? മായയുമായിട്ട് ചേർന്നവൻ, ഭഗവാനുമായിട്ട് ചേരാത്തവൻ, വേശ്യാസ്ത്രീയുമായിട്ട് ചേർന്നവൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള. അപ്പം എന്തുകൊണ്ടാണ് ഈ പേര് വന്ന കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് എന്ന് പറയില്ലേ? അപ്പം അങ്ങനെയാണ് ആ പേര് വന്നത് എന്നാണ്. അപ്പം ആ വേശ്യാസ്ത്രീയുമായിട്ടുള്ള സംസർഗം കൊണ്ട് സദാചാരങ്ങളൊക്കെ നശിച്ചു. അച്ഛനമ്മമാരെയും അതുപോലെ തന്നെ അഗ്നിസാക്ഷിയായിട്ട് വെള്ളിയാഴ്ച പത്നിയൊക്കെ വിട്ടിട്ട് ഒരു വേശ്യാസ്ത്രീയുടെ കൂടെ പോവുകയാണ്. സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങളൊന്നും ഇല്ലാതെയായി. ബ്രാഹ്മണർക്ക് ഒരിക്കലും മുടക്കാൻ പാടില്ല എന്നുള്ളതാണ് സന്ധ്യാവന്തനം, ഗായത്രി ജപമൊക്കെ. ഇനിയിപ്പോൾ പുലവാലായ്മ ഉണ്ടെങ്കിൽ പോലും അത് മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ വേണ്ടാന്ന് വെച്ചു. പിന്നെ അതൊക്കെ നിർത്തി വേറെ ചിലതൊക്കെ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ചൂതുകളിയും മോഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ അധർമ്മം ചെയ്ത് പല പാപങ്ങളൊക്കെ സമ്പാദിച്ചു. ഈ വേശ്യാസ്ത്രീയുടെ പുത്രന്മാരുണ്ടായി, 10ാമത്തെ ഒരു പുത്രനുണ്ടായി, അതിന് നാരായണൻ എന്ന് പേരിട്ടു എന്നൊക്കെയാണ് കഥ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ നാരായണനെ പറ്റിയുള്ള ചിന്ത തന്നെയാണ്. അപ്പം അങ്ങനെ അജാമിളന് പ്രായമായി, കിടപ്പിലായി, വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖം. അപ്പം അങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴാണ് മൃത്യുദൂതന്മാരവിടെ എത്തിയെന്നാണ് പറയുന്നത്. അവരുടെ രൂപമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് വർണ്ണിച്ചേക്കണം. ഇനിയിപ്പോൾ നമ്മൾ കണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വക്രതുണ്ടാൻ ഊർധ്വരോമണ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വക്രതുണ്ട് വളഞ്ഞ മുഖം, ഊർധ്വരോമണ ഉയർന്നു നിൽക്കുന്ന രോമങ്ങൾ, പാശമുണ്ട്, കയ്യിൽ കയറുണ്ട്. അങ്ങനെ ഭയം തോന്നിപ്പിക്കുന്നതായിട്ടുള്ള 3 പേരവിടെ വന്നു. അപ്പം ഈ രൂപം കണ്ട് ഭയപ്പെട്ട് അജാമിളൻ ഉറക്കനെ, ഇനിയിപ്പോൾ കുട്ടി ഭയപ്പെട്ടാലോ, പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടിയെ വേഗം വിളിച്ചു. എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഒക്കെ ആ കുട്ടിയുടെ ചിന്തയാണ്. വയ്യാണ്ട് കിടക്കുമ്പോഴും ഈ കുട്ടിയുടെ ചിന്ത തന്നെ. അപ്പോൾ പെട്ടെന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ വിളിച്ചു അവിടെ. അപ്പോൾ ഉറക്കെ വിളിച്ചു, നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ കുട്ടിയെ വിളിച്ചതാണെങ്കിലും ഭഗവാന്റെ നാമമായതുകൊണ്ട് അജാമിള പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും അവിടെ വിഷ്ണു ഭാഷകന്മാരവിടെ എത്തി. ശംഖചക്ര ഗദാധാരികളൊക്കെ ആയിട്ടുള്ള അവരെത്തി. എന്നിട്ടോ ഈ ഭടന്മാരെ തടഞ്ഞു. ആ ദാസീയ സംസർഗം കൊണ്ട് ദുഷിച്ചതായ ആ അജാമിളൻ്റെ ആ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരമാണല്ലോ ഇവിടെ ഇട്ടിട്ട് പോണത്. ആ സൂക്ഷ്മ ശരീരത്തെ കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയ ഈ യമഭടന്മാരെ അവർ തടഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾ ധർമ്മരാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്നവരാണ്, ഞങ്ങളെ തടയുന്ന നിങ്ങളാരാ? അപ്പോഴത്തേക്കും അവിടെ വിഷ്ണുഭാഷകന്മാർ വന്നു. യമദൂതന്മാർ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വിഷ്ണുഭാഷകന്മാർ വന്നു. യമദൂതന്മാരോട് അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എവിടുന്നാന്നൊക്കെ. കസ്യവാകുത ആയാത കസ്മാദസ്യ നിഷേധത കിം ദേവാ ഉപദേവാവ യൂയം കിം സിദ്ധസത്തമ. അപ്പോൾ ആരാണ് നിങ്ങൾ, എവിടുന്ന് വരുന്നു, ആരുടെ ഭൃത്യന്മാരാണ്, ഞങ്ങളെ തടയാനായിട്ട് വരുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഞങ്ങൾ ഈ അജാമിളിനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. പിന്നെ നിങ്ങൾ വന്നത് ആരാണ്, തടയാൻ വന്നവരാരാണ്? ദേവന്മാരാണോ, ഉപദേവന്മാരാണോ, സിദ്ധന്മാരുടെ ശ്രേഷ്ഠന്മാരാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, നിങ്ങളെന്തായാലും ധർമ്മരാജാവിൻ്റെ അടുത്തുനിന്ന് വന്ന ആൾക്കാരാണല്ലേ, അപ്പം അങ്ങനെയാണെങ്കിൽ പറയൂ, കേൾക്കട്ടെ, എന്താ ധർമ്മം, എന്താ ധർമ്മത്തിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചു. കഥം സിദ്ധ്രിയതേ ദണ്ഡ കിം കിം വാസ്യസ്ഥാനീപ്സിത ദണ്ഡ്യ കിം കാരിണ സർവേ ആഹോസിൻ കതിജിൻ ഋണ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ശിക്ഷയൊക്കെ നടത്തുന്നത്? ശിക്ഷാസ്ഥാനം ഏതാണ്? ഇനിയിപ്പോൾ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും നിങ്ങൾ ശിക്ഷിക്കുമോ, അതോ മനുഷ്യരുടെ ചിലർക്ക് മാത്രമാണോ ശിക്ഷ എന്ന് ചോദിക്കുകയാണ്. അപ്പം യമദൂതന്മാർ പറഞ്ഞു, വേദപ്രണിഹിതോ ധർമ്മ അധർമ്മസ്തദ്വിപര്യയ വേദോ നാരായണ സാക്ഷാത് സ്വയം പൂരിതി ശുശ്രമ. വേദപ്രണിഹിതോ ധർമ്മ, വേദം വിധിച്ചിരിക്കുന്നത് ധർമ്മം, വേദം നിഷേധിച്ചിരിക്കുന്നത് അധർമ്മം. അതായത് സാക്ഷാത് നാരായണൻ തന്നെയാണ് വേദം. അപ്പം ആ നാരായണൻ്റെ അധിഷ്ഠാനത്തിൽ സത്വരജസ്തമോയുക്തമായിട്ടുള്ള ആ മായ ത്രിഗുണാത്മികയാണ്. അപ്പോൾ ആ സത്വരജസ്തമോയുക്തമായിട്ടുള്ള ആ മായ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ജഗത്ത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആരൊക്കെയാ സാക്ഷികൾ? സൂര്യനിഖം മരുദ്ഗാവ സോമസന്ധ്യാഗനീദിശ കാലോ ധർമ്മ ഇരികേതേ ദേഹ്യസ്യ സാക്ഷിണ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ധർമ്മം അധർമ്മങ്ങളൊക്കെ. നമ്മളിനിയിപ്പോൾ രാത്രിയാണ് മറച്ചു വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നടപ്പില്ല. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കാണാനായിട്ടെന്നാണ് പറയുന്നത്. ആളുകളല്ല, ഓരോ ശക്തിവിശേഷങ്ങളുണ്ട്.
അപ്പോൾ ധർമാധർമ്മങ്ങൾക്ക് സാക്ഷികൾ അവരാണ്, ആ ദണ്ഡത്തിന് അടിസ്ഥാനം അവരാണ് എന്ന് പറയുന്നു. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കുന്നത്, തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അതാതിൻ്റെ ആ തെറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ശിക്ഷ കിട്ടും. ആ പാപങ്ങൾക്കനുസരിച്ച് നരകം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്ന ആ ജീവൻ പല കർമ്മങ്ങളും ചെയ്യണം. ആ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലമാണ് നമ്മൾ കണ്ടതാണ് കുറച്ച് മുമ്പ്. കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുകയാണ്. ആ കർമ്മഗതിക്കനുസരിച്ച് വിവിധ യോനികളിലൊക്കെ ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അജാമിളനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ അവർ യമധർമ്മൻ്റെ ശിഷ്യന്മാരാണ്, അറിവുള്ളവരാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അജാമിളൻ ജ്ഞാനിയാണ്, സദാചാരനിഷ്ഠനാണ്, സത്സ്വഭാവിയായിരുന്നു. അപ്പോൾ ആ ദുഷ്ടസംസർഗം കൊണ്ട് പാപിയായി പോയി. പാപം ചെയ്തു കഴിഞ്ഞാൽ നരകം അനുഭവിക്കണം. അപ്പോൾ ഇവർ വേദോക്ത കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അനുഷ്ഠിച്ചിട്ടില്ല, സ്വധർമ്മമൊക്കെ വെടിഞ്ഞു, സത്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അധർമ്മം പ്രവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ഹിതത്തിനായിട്ട് തന്നെ ഞങ്ങൾ ഈ അജാമിളനെ കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുഭാഷകന്മാർ പറഞ്ഞു, ധർമ്മം അറിയുന്നവരാണല്ലോ നിങ്ങൾ, ദൂതൻ്റെ പുത്രൻ, ധർമ്മദൂതന്മാരാണ് എന്ന് പറഞ്ഞു, യമധർമ്മൻ്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞു. ധർമ്മം അറിയുന്നവരുമാണ്, കാരണം വേദപ്രേഹിതോ ധർമ്മം എന്നൊക്കെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പം നിങ്ങൾ ധർമ്മം അറിയുന്നവരാണ്, എന്നിട്ടും അറിയുന്നവരെ ആണ് എന്നുണ്ടെങ്കിലും അധർമ്മം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാരണം ആ ശിക്ഷിക്കേണ്ടാത്തവരെ നിങ്ങൾ ശിക്ഷിക്കാൻ തുടങ്ങുകയാണ്. അജാമിളൻ ചെയ്ത തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ കോടി ജന്മങ്ങളായിട്ട് സമ്പാദിച്ചിട്ടുള്ള പാപങ്ങൾക്കും ഇദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ആ മരണസമയമായി കഴിഞ്ഞപ്പോൾ ഭഗവാനെ വിളിച്ചില്ലേ എന്നാണ്. നാരായണ എന്നുള്ള ആ 4 അക്ഷരം ഉച്ചരിച്ചില്ലേ, അത് പാപം നശിപ്പിക്കാനുള്ള പ്രായശ്ചിത്തമായി. എന്നാൽ അജാമിളൻ അത്രയല്ല, ആ നാരായണ ആയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹേ നാരായണ വരിക എന്ന് ഉച്ചരിച്ചു. അപ്പം അതുകൊണ്ട് മോക്ഷാർഹനുമായി എന്നാണ് പറയുന്നത്. പാപപരിഹാരം മാത്രമല്ല നാമത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത് മോക്ഷസാധനം ആണ്. മരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാതെ തന്നെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അസുഖം മാറുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഭഗവാന്റെ നാമം ആര് എപ്പോൾ എവിടെ വച്ച് എങ്ങനെ ജപിച്ചു കഴിഞ്ഞാലും സർവ്വപാപങ്ങളും നശിക്കും എന്നാണ്. ഋതുവായ പെണ്ണിനും പിരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത പൂസന് എല്ലാവർക്കും ഈ നാമം ജപിക്കാം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അജ്ഞാനാത് അഥവാ ജ്ഞാനാത് ഉത്തമ ശ്ലോക നാമയൻ സങ്കീർത്തിതമഹം പുംസോ ദഹേതേതോ യഥാനല. അറിഞ്ഞോ അറിയാതെയോ നാമം ജപിച്ചു കഴിഞ്ഞാലും പാപം തീരും. നാമം അഗ്നിയെ പോലെയാണ് എന്നാണ് പറയുന്നത്. അഗ്നി അതിൻ്റെ ഗുണം പ്രകാശിപ്പിക്കും എപ്പോഴായി കഴിഞ്ഞാലും, അല്ലേ? ചെറിയ കുട്ടി തീയിൽ ചെന്ന് തൊട്ടു, അപ്പം അഗ്നി വിചാരിക്കില്ല അത് ചെറിയ കുട്ടിയാണ്, ഇതിനെ പൊള്ളിക്കണ്ട എന്നൊന്നും വിചാരിക്കില്ല. തീ തൊട്ട് കഴിഞ്ഞാൽ അതതിൻ്റെ ഗുണം കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ആ ഭക്തി ഇല്ലാതെ ഏതൊരു തരത്തിലുള്ള പ്രായശ്ചിത്തം ചെയ്താലും മനസ്സിന് ശുദ്ധി ഉണ്ടാകാൻ പോകുന്നില്ല. ഭക്തിയോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാകുമ്പോൾ അവിടെ അന്ധകരണം ശുദ്ധമായിക്കൊണ്ടിരിക്കും, അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ യമദൂതന്മാർ ഇതൊക്കെ കേട്ടില്ല, യമലോകത്തേക്ക് പോയി. അജാമിളനാണെന്നുണ്ടെങ്കിലും ആ വിഷ്ണു ദൂതന്മാരെ സ്മരിച്ചു. എന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരവിടുന്ന് അപ്രത്യക്ഷരായി എന്നാണ്. അങ്ങനെ ആ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുണ്ടായ ആ സംഭാഷണം, ആ സംവാദം കേട്ട് അജാമിളന് ഭഗവത്ഭക്തി ഉണ്ടായി. കാരണം അവിടെ സത്സംഗമാണ് നടന്നത്, അല്ലേ? അപ്പോൾ ആ ഭക്തി ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയതാണ്, പിന്നെ അത് വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ്. താൻ ചെയ്ത ആ തെറ്റിനെ പറ്റിയൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ചു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ഇനി വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കണം ഇനി മുതൽ എന്നുള്ള ആ ഒരു വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള ആ ഒരു അഭിവാഞ്ച മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ വിരക്തനായി ദേഹാത്മബുദ്ധിയൊക്കെ വിട്ട് ഭാര്യാപുത്രാദികളെയൊക്കെ വിട്ട് ഹരിദ്വാറിലേക്ക് പോയി. അവിടെ ചെന്ന് അഷ്ടാംഗ യോഗമൊക്കെ ശീലിച്ച് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നൊക്കെ പിൻവലിച്ചു. അങ്ങനെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് ആത്മാവിൽ ലയിപ്പിക്കണം. അതിനു മുമ്പായിട്ട് നേരത്തെ കണ്ടതായിട്ടുള്ള വിഷ്ണുദൂതന്മാരെ കണ്ടു. പിന്നെ അവരെ വന്ദിച്ചു. അതിനുശേഷം അവരുടെ കൂടെ അവരുമായിട്ട് ചേർന്നു എന്നാണ് പോയി. അപ്പോൾ ആ ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ചു, സ്ഥൂല ശരീരം ഗംഗയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ ആ പാർഷദന്മാരുടെ രൂപത്തെ സ്വീകരിച്ച് അങ്ങനെ ആ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാണ്. യമദൂതന്മാരാണെന്നുണ്ടെങ്കിൽ യമപുരിയിൽ ചെന്ന് യമരാജാവിൻ്റെ അടുത്തുണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങയെ എന്ന് കൽപ്പന അനുസരിച്ചിട്ടാണ് അജാമിളനെ കൊണ്ടുപോരാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശംഖചക്രഗദാധാരികളായിട്ടുള്ള 4 പേര് വന്നു.
എന്നിട്ട് ഞങ്ങളെ തടഞ്ഞു, അജാമിളിനെയൊക്കെ മോചിപ്പിച്ചു. അപ്പം അങ്ങല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ സാരില്ല, അമ്മ ചെന്ന് തടയില്ല. അച്ഛൻ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അമ്മ, അല്ലെങ്കിൽ അമ്മ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അമ്മ ചെന്ന് തടയണ പോലെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ ഇതിൽ നിൽക്കണം. അങ്ങവിടെ ശിക്ഷിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ അജാമിളിനെ ശിക്ഷിക്കാൻ ചെന്നപ്പോൾ വന്ന് തടയുകയാണ് ചെയ്തത്. അങ്ങല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യമധർമ്മരാജാവാണെന്നുണ്ടെങ്കിൽ ഭക്തനാണ്, ഭഗവത് ഭക്തനാണ്. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, അജാമിളനെ രക്ഷിച്ചത് വിഷ്ണു പാർഷദന്മാരാണ്, സകല ചരാചരങ്ങളുടെയും രക്ഷകനാണ് ഭഗവാൻ മഹാവിഷ്ണു. അതായത് ഓതപ്രോതമിതം വിശ്വം, വസ്ത്രത്തിൽ ഊടും പാവും എങ്ങനെയോ അതേപോലെ ഈ ലോകം മുഴുവനും ഭഗവാന്റെ ആണ്. ആ ഭക്തന്മാരുടെ അടുത്ത് ചെല്ലാനുള്ള അധികാരമൊന്നും നമുക്കില്ല എന്ന് പറയുകയാണ്. മറ്റ് ദേവന്മാരൊക്കെ ആ ഭഗവാന്റെ ആ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടിരിക്കുന്നവരാണ്. എങ്ങനെയാണ് മൂക്കുകയറിട്ട കാളകളെ വണ്ടിക്കാരൻ്റെ ഇച്ഛ അനുസരിച്ച് ഇങ്ങനെ പോണത് പോലെയാണ് ആ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നമ്മളിങ്ങനെ പോകും. നമുക്ക് തോന്നും നമ്മളാണ് എല്ലാം നടപ്പിലാക്കുന്നത്, ഒന്നുമില്ല. ആ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചലിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിച്ചവരെ ശിക്ഷിക്കാനായിട്ട് എനിക്കൊരധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 12 പേരുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വയംഭൂ, നാരദ, ശംഭു, കുമാര, അതായത് കുമാര, കപിലോ, മനു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, വലിയ വയ്യാസികി, വയം. അപ്പം അങ്ങനെ 12 പേര് മാത്രമാണ് ആ ഭഗവാന്റെ നാമമഹിമയെ പറ്റി അറിഞ്ഞവരുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനുള്ള അവകാശം നമുക്ക് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആരെയൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അതും പറഞ്ഞിട്ടുണ്ട്. ജിഹ്വാനഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചരതി യച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതിയശിരയേ ഗതാപീതാനാനയത്വമസദോകൃത വിഷ്ണുകൃത്യൻ. മനുഷ്യജന്മം കിട്ടിയിട്ട് ഒരിക്കലെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കാത്തവരെ, ഭഗവാനെ സ്മരിക്കാത്തവരെ, ഭഗവാനെ നമസ്കരിക്കാത്തവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോരൂ എന്ന് പറഞ്ഞ് ആ ധർമ്മരാജാവ് ഭഗവാനെ നമസ്കരിച്ചു അവിടെ തന്നെ നിന്നുണ്ട്. നൈവാച്യുത ആശ്രയജനം പ്രതിശങ്കമാന ദ്രഷ്ടും ന വിഭ്യതത പ്രകൃതി സ്മരാജൻ. അപ്പം അന്ന് മുതൽ യമദൂതന്മാർ വിഷ്ണുദൂതന്മാരുടെ അടുത്തേക്ക് പോകാറില്ല. ആവശ്യത്തേക്ക് നോക്കാൻ പോലും പേടിയാണെന്നാണ്. ആ ഭഗവത് ഭക്തന്മാരുടെ നേർക്ക് നോക്കാൻ പോലും ആ യമദൂതന്മാർക്ക് പിന്നെ ഭയമായി എന്നുള്ളതാണ്. യമൻ എന്ന് പറഞ്ഞു. യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അടക്കുന്നവൻ എന്നാണ് അർത്ഥം. അടക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഈ ജീവൻ, നമ്മളെ പോലെയുള്ളവരെ, ഈ ജീവന്മാരെ മുഴുവനും അവരുടെ വാസന തീരുന്നത് വരെ ആ ചക്രത്തിൽ ജനിക്കുക മരിക്കുക എന്നുള്ള ആ സംസാര ചക്രത്തിൽ പിടിച്ചു നിർത്തുന്ന ആളാണ് യമൻ. നമ്മൾ വിചാരിക്കും യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തൊക്കെയോ ഒരു രൂപമൊക്കെ ആയിട്ട് കയറും പോത്തിൻ്റെ പുറത്തും അവനെയൊക്കെ വരുന്ന രൂപമായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ആ സംസാരം, ആ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ആ വാസന നമ്മുടെ വാസന തീരുന്നത് വരെ വീണ്ടും 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 ആ ചക്രത്തിലിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കാണ് ചക്രത്തിൻ്റെ പിടിയിൽ. അതാണ് യമൻ എന്ന് പറയുന്നത്. അപ്പോൾ പരിപൂർണ്ണ ശരണാഗതി വരണം, എങ്കിലേ ആ വാസന ഇല്ലാതെയായിരിക്കുള്ളൂ ആവുള്ളൂ എന്നാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ആ ഭഗവാനെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ്. അപ്പോൾ അതാണ് അജാമിളൻ്റെ കഥ. അജാമിളൻ്റെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നത് നാമത്തിൻ്റെ മഹത്വം അല്ലേ. നാമം ജപിക്കാനുള്ള ആ ഒരു വാസന, മറ്റുള്ള വാസനകളൊക്കെ മാറ്റിയിട്ട് നാമം ജപിക്കാനുള്ള ആ ഒരു വാസന വളർത്തിയെടുക്കാൻ സാധിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആ കഥ പറഞ്ഞത്. അതായത് സത്യയുഗത്തിൽ തപസ്, തപസ്സാണ്, ധ്യാനം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ത്രേതായുഗത്തിലാവുമ്പോൾ അത് യജ്ഞവും ഇതൊക്കെ ഒക്കെയായി. ദ്വാപരയുഗം ആകുമ്പോഴത്തേക്കും പിന്നെ അവിടെ ദ്വാപരയുഗത്തിൽ പൂജാതി കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ കലികാലത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല, ഈ നാമജപം മാത്രം മതി എന്നാണ് പറയുന്നത്. അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിലും ഏത് നാമം വേണമെന്നുണ്ടെങ്കിലും. ഇനിയിപ്പോൾ എനിക്ക് ഉപദേശം കിട്ടിയിട്ടില്ല, ഇങ്ങനെയാണ് മന്ത്രത്തിന് പിന്നെ വേണം, നാമത്തിൻ്റെ ഒരു ഇതും വേണ്ട. പക്ഷേ ഒരു മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, നാരദ മഹർഷി എല്ലാവർക്കും വേണ്ടി ഉപദേശിച്ചു കൊടുത്തേക്കുന്നതാണ്, നമുക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ മന്ത്രം ജപിക്കാനായിട്ട് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മന്ത്രദീക്ഷ ഒന്നും ആവശ്യമില്ല. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഗുരുവിൽ നിന്നും മന്ത്രം സ്വീകരിച്ചിട്ടൊക്കെ വേണം മന്ത്രം ജപിക്കാനായിട്ട്. അപ്പോൾ ഇത് ഭാഗവത സപ്താഹ വേളകളിൽ മുഴങ്ങി കേൾക്കേണ്ട മന്ത്രമാണ് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത്. ആർക്കും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ജപിക്കാനും കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെ
ആ നാമജപം ആണ് നമ്മളെ ആ ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. അതായത് നാമജപം പടിപടിയായിട്ട് ഉയർന്ന് എല്ലായിടത്തും, അതായത് നാമം ജപിക്കുന്ന ആൾ നാമിയായിത്തീരുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ നാമജപത്തിന് അത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഭഗവത് നാമം ആർക്കും സുഗമമായിട്ടുള്ളതാണ്. ഭഗവാന്റെ നാമമഹിമയിലെ എല്ലാ പാപങ്ങളും അലിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഭക്തി ഉണ്ടാകും ആദ്യം. ഭക്തിയുടെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടായി വരും. എല്ലായിടത്തും ഭഗവാനാണ് എന്നുള്ള. അപ്പം അങ്ങനെ ആ നാമത്തിൽ കൂടി നാമിയിലെത്താൻ സാധിക്കും. ഇനിയിപ്പോൾ നാമം കേമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അജാമിളൻ എന്താ ചെയ്തത്? മരണസമയത്ത് നാമം. ഇപ്പം നമ്മളിപ്പോൾ നാമമൊന്നും ജപിച്ചിട്ടില്ല എന്ന് വയ്ക്കും. അപ്പം ഈ ഭാഗം ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ ഗുരുനാഥൻ പറയുണ്ടായി, ഇത്രയും നാളും നിങ്ങളിനി നാമം ജപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ മരിക്കാൻ സമയത്ത് നാരായണ എന്നുള്ള 4 അക്ഷരം ഒന്ന് സ്മരിച്ചാൽ മതി, സർവ്വപാപങ്ങളും നശിച്ച് ഭഗവാനിലേക്ക് എത്താം എന്നുള്ളത് ഒരിക്കലും വിചാരിക്കണ്ട. അപ്പം എന്താ വേണ്ടതാ? നാരായണ സ്മൃതി വേണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതലേ പ്രഹ്ലാദൻ വരുന്നുണ്ടത് അതെ. അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് ആ ഒരു വാസന നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ നാമം ജപിക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ആ സദ്വാസന, ആ ഭക്തിഭാവം നമ്മളിൽ ഉണരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൂർവ്വ സംസ്കാരം ഉണ്ടായാൽ തന്നെ പറ്റുള്ളൂ. അപ്പം ആ പൂർവ്വ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ആത്മോന്മുഖമായിട്ടുള്ള ഒരു പ്രേരണ ചെയ്യണം ആ സംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പ്രേരണ നമുക്കുണ്ടാവുള്ളൂ. അപ്പം അത് നമ്മൾ രത്നാകരൻ്റെ കാര്യം ഓർക്കുക. ആത്മാ സപ്തർഷികളുടെ ദർശനം കൊണ്ടാണ് ആ രത്നാകരനിൽ അല്ലേ ആ ഒരു വാസന ഉണ്ടായിരുന്നു. അത് പ്രസുപ്തമായി കിടക്കുകയായിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു രത്നാകരനിലുണ്ടായിരുന്ന വാസന. പിന്നെ ആ സപ്തർഷികളുടെ ദർശനം കൊണ്ടാണ്, അവർ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് രത്നാകരൻ തപസ് ചെയ്യാനൊരുങ്ങിയതും. അപ്പോൾ ആ പ്രജേതസ്സുകളുടെ 10ാമത്തെ പുത്രനാണ് രത്നാകരൻ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു വാസന ഉണ്ടായിരുന്നത് അവിടെ പ്രസുപ്തമായിട്ട് കിടക്കുകയാണ് ചെയ്തത്. പിന്നെ സന്ദർഭം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് ഉണരുകയാണ് ചെയ്തത് അല്ലേ. ആ പ്രജേതസ്സുകളുടെ 10ാമത്തെ പുത്രനാണ് വാൽമീകി എന്നവിടെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് അജാമിളൻ്റെ കഥ പോലെ ഇങ്ങനെ തന്നെയാണ്. അജാമിളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലേ ഭട്ടതിരിപ്പാടും പറഞ്ഞിരിക്കുന്നത് ദ്വിജനാണെന്നാണ്. അജാമിളോ നാമ മഹീസുരൻ അല്ലേ, മഹീസുരനായിരുന്നു, ബ്രാഹ്മണൻ തന്നെയായിരുന്നു. അപ്പോൾ ആ വാസന ആ ഒരു വൈദിക സംസ്കാരത്തിൻ്റെ ഉടമയായിരുന്നു. പിന്നെ അത് ആശയ സംസർഗം കൊണ്ട് നിദ്രാണമാകുകയാണ്. അച്ഛൻ സമയത്ത് കൊണ്ടുവരാനായിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ വെച്ച് അനാശാസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 പേരെ കാണുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ആ വാസന വീണ്ടും ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ യമദൂതൻ്റെ ദർശനം കൊണ്ട് ആ നിദ്രാണമായി കിടന്ന, നിഷ്ക്രിയമായി കിടന്നിരുന്ന ആ വാസന ഉണർന്ന് അജാമിളന് ആ ഈശ്വരനിലേക്ക് പിന്നെ എടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ഒരു മാനസിക നില നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവിക സമ്പത്തിൻ്റെ സ്ഥാനത്ത് ആസുരിക സമ്പത്ത് വന്നു ചേരാനായിട്ട് അനുവദിക്കരുത്. അഥവാ വന്നു കഴിഞ്ഞാൽ പോലും ആ ആസുരിക സമ്പത്തിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് ആർജിതമായിട്ടുള്ളൊരു പൂർവ്വ സംസ്കാരം നമുക്ക് ഉണ്ടാകണം. സംസ്കാരം നമുക്കുണ്ട് എന്തായാലും. അതുകൊണ്ടാണല്ലോ ഇവിടേക്ക് വന്നേക്കുന്നത്. എവിടുന്ന് അച്ഛനമ്മമാരിൽ നിന്നോ മുത്തശ്ശനിൽ നിന്നോ നമ്മുടെ പൂർവികരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സംസ്കാരം നമുക്കുണ്ട്. അപ്പോൾ ഈ സംസ്കാരത്തിന് പുഷ്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? താല്പര്യം ഉണ്ടാകും അല്ലേ. എനിക്കത് പഠിക്കണം, എനിക്കതറിയണം എന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാലേ ആ സംസ്കാരത്തെ നമുക്ക് അച്ഛനമ്മയൊക്കെ തന്നിരിക്കുന്ന ആ സംസ്കാരത്തിന് പുഷ്ടി വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു താല്പര്യം അതിലേക്ക് വളരണം. പിന്നെ ആ താല്പര്യത്തെ വളർത്തുന്നതാരാ? ഗുരുനാഥന്മാരാണ് അല്ലേ. അപ്പം അങ്ങനെ ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സംസ്കാരത്തിന് പുഷ്ടി ഉണ്ടാകാനായിട്ട് പോഷണം, അതാണ് പുഷ്ടി എന്ന് പറയുന്നത്. ആ ഈശ്വരോന്മുഖമായ വാസന ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആ ഗുരുനാഥനിൽ നിന്നും ആ ഒരു പുഷ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ഭാഗം ഗുരുനാഥൻ്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.